നമസ്കാരം. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ ഒരു സാമൂഹ്യ വിപത്ത്. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അനേകം വാർത്തകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇതിനെപ്പറ്റി സമഗ്രമായ ഒരു പഠനം നടത്തി മനഃശാസ്ത്രപരമായ രീതിയിൽ സമീപനം സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. ആത്മഹത്യാ പ്രവണതകൾക്ക് പല കാരണങ്ങൾ ഉണ്ടാകാം. വ്യക്തിപരമായ വൈകല്യങ്ങൾ മൂലം സമൂഹവുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിതം അവസാനിപ്പിക്കാനുള്ള പ്രേരണ. രണ്ടാമതായി ഇത് കർഷകരിലും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിലും കണ്ടുവരുന്നു. മൂന്നാമതായി യുവാക്കളിൽ ആത്മവിശ്വാസക്കുറവ്, പ്രേമനൈരാശ്യം, രോഗബാധ തുടങ്ങിയ കാരണങ്ങളാൽ അവരും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നു. ഏറ്റവും വിഷമകരമായി പറഞ്ഞുകൊള്ളട്ടെ, നാലാമതായി ഇത് ഏറ്റവും അധികം കണ്ടുവരുന്നത് കുട്ടികളിലാണ്. ഇത്തരം ആത്മഹത്യകൾ പഴയ കാലം മുതൽക്കേ ഉണ്ടെങ്കിലും ഈ അടുത്ത കാലത്തായി ഇത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊരു സാമൂഹ്യ പ്രശ്നമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഏത് കാരണത്താലായാലും ആത്മഹത്യ ഒരു മാനസിക വൈകല്യം തന്നെയാണ്. കർഷക ആത്മഹത്യകൾ ആഗോളതലത്തിൽ ഒരു പ്രധാന ആശങ്കയാണ്. ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ നടന്നിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 1995 മുതൽ 30,000-ലധികം കർഷകർ ജീവൻ അപഹരിച്ചിട്ടുണ്ട്. കാരണങ്ങൾ: പ്രകൃതി ദുരന്തങ്ങൾ, കീടങ്ങൾ, രോഗങ്ങൾ എന്നിവ മൂലമുണ്ടാവുന്ന വിളനാശങ്ങൾ കർഷകരെ ഗണ്യമായ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം. പരിഹാരം: കർഷകരുടെ കടബാധ്യത കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിലൂടെ സർക്കാരുകളും ധനകാര്യ സ്ഥാപനങ്ങളും കടം ഇളവ് നൽകി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കർഷക ആത്മഹത്യകൾ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും. ലോകമാസകലമുള്ള കണക്കെടുത്താൽ ആത്മഹത്യയാണ് 10ാമത്തെ ഏറ്റവും വലിയ മരണകാരണം. ആത്മഹത്യാ ശ്രമങ്ങളും ആത്മഹത്യാ പ്രവണതകളും കൂടുതലായി കണ്ടുവരുന്നത് സ്ത്രീകളിലും യുവാക്കളിലുമാണ്. സാധാരണഗതിയിൽ ബൈപ്പോളർ ഡിസോർഡർ, സ്കീസോഫ്രീനിയ, അമിതമായ മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെ ഉപയോഗം തുടങ്ങിയ നിരവധി കാരണങ്ങൾ മൂലമുണ്ടാകുന്ന നിരാശയാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗം, കുറ്റബോധം, കുടുംബ കലഹങ്ങൾ, മാനസികാരോഗ്യ സേവനങ്ങളുടെ ലഭ്യക്കുറവ് തുടങ്ങിയ നിരവധി കാരണങ്ങളും ആത്മഹത്യക്ക് പിന്നിലുണ്ട്. മതം, ആത്മാഭിമാനം, ജീവിതത്തിന്റെ അർത്ഥം തുടങ്ങിയ നിരവധി ചിന്താധാരകൾ ആത്മഹത്യയുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. യാതൊരു കാരണവുമില്ലാതെ ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന കുട്ടികളുടെ കാര്യം നാം ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പരാജയത്തെ എങ്ങനെ നേരിടണമെന്നറിയാതെ പല കുട്ടികളും ഇന്ന് ആത്മഹത്യയിലേക്ക് നീങ്ങുന്നു. ആത്മഹത്യാ പ്രവണതയിൽ കുട്ടികളിൽ കണ്ടുവരുന്നതിന് പ്രധാന കാരണങ്ങൾ: മത്സരം. കുട്ടികളിൽ മത്സരബുദ്ധി ആവശ്യമാണ്, എന്നാൽ അധികത്തിനാകരുത്. കുട്ടികളിൽ മത്സരബുദ്ധി കുത്തിനിറയ്ക്കുന്നത് അധ്യാപകരും മാതാപിതാക്കളും സമൂഹവും തന്നെയാണ്. ഓരോ പരീക്ഷകൾക്ക് ശേഷവും കവലകളിൽ പൊന്തിവരുന്ന ഫ്ലെക്സുകൾ പരാജയപ്പെട്ടവരുടെയും 1-2 മാർക്കിന് പിന്നിലായി പോയവരുടെയും മനസ്സിനെ എത്രമാത്രം കീറിമുറിക്കുന്നുവെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തെറ്റുതിരുത്തുന്നതിന് പകരം ശിക്ഷിക്കുന്ന സമൂഹം. തെറ്റുകൾ മനുഷ്യ സഹജമാണെന്നും സ്വാഭാവികമാണെന്നും അറിയാത്ത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് തിരുത്തി കൊടുക്കേണ്ട കടമയാണ് അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമെല്ലാം ഉള്ളത്. എന്നാൽ അവർ അതിന് ശ്രമിക്കാതെ കുട്ടികളെ അമിതമായി ശിക്ഷിക്കുന്നു. ഇത് പാടില്ല. മൂന്നാമതായി തുറവി. കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യം ഭവനങ്ങളിൽ ഉണ്ടാകണം. അങ്ങനെ തുറന്നു പറയുവാനുള്ള സ്ഥലമാണ് അവരുടെ മാതാപിതാക്കൾ എന്ന് അവർ തോന്നും വിധം മാതാപിതാക്കൾ മാറേണ്ടതുണ്ട്. നാലാമതായി പരാജയത്തെ എങ്ങനെ നേരിടണമെന്നറിയാത്ത അവസ്ഥ. ഇന്നത്തെ കുട്ടികളിൽ പലർക്കും പരാജയത്തെ എങ്ങനെ നേരിടണമെന്നറിയില്ല. ഇതിനെപ്പറ്റി ശരിയായ ഒരു അവബോധം കുട്ടികളിൽ സൃഷ്ടിക്കണം. പരിഹാരങ്ങൾ: ഹൃദയം തുറന്ന സംഭാഷണങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഭാരം ഇറക്കി വയ്ക്കുവാനാകും. എല്ലാ ദിവസവും അല്പസമയമെങ്കിലും കുടുംബാംഗങ്ങളോടൊപ്പം നമ്മൾ അല്പസമയം ചിലവഴിക്കണം. ഇതിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ പറ്റി കൂടുതൽ അറിയാനായിട്ട് സാധിക്കും. കുട്ടികളുടെ തെറ്റുകൾ മാതാപിതാക്കളും മുതിർന്നവരും സമചിത്തതയോടെ കൈകാര്യം ചെയ്യണം. ആത്മഹത്യയുടെ ദൂഷ്യഫലങ്ങളെ പറ്റി ജനങ്ങളിൽ ഒരു അവബോധം സൃഷ്ടിക്കുവാൻ ലോകാരോഗ്യ സംഘടന 2003 മുതൽ സെപ്റ്റംബർ 10 ലോക ആത്മഹത്യരഹിത ദിനമായി ആചരിച്ചു വരുന്നു. ആത്മഹത്യ ഒരു സാമൂഹ്യ വിപത്താണെന്ന കാര്യം മനസ്സിലാക്കി സമൂഹ മനസാക്ഷി ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഇതിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം.